എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അല്പം മധുരവും പുളിയും എരിവും ചേർന്നിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. സീസൺ കഴിയുന്നതിന് മുന്നേ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുളിശ്ശേരികളിൽ ഏറ്റവും രുചിയുള്ളത് മാമ്പഴ പുളിശ്ശേരിയാണ്. മാമ്പഴ പുളിശ്ശേരിയുടെ വീഡിയോ ചാനൽ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ കണ്ട വീഡിയോ ആണത്. താല്പര്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണ് സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 10ഓളം ചെറിയ മാമ്പഴം എടുത്തിട്ടുണ്ട്. പഞ്ചാര മാങ്ങ എന്നും നാട്ടുമാങ്ങ എന്നൊക്കെ പറയും. ഓരോ നാട്ടിൽ ഓരോ പേരാണ് അറിയപ്പെടുന്നത്. ഇനി മാങ്ങയുടെ തൊലി ഒന്ന് എടുത്തു മാറ്റാം. കത്തിയൊന്നും വേണമെന്നില്ല, നമുക്ക് കത്തിയില്ലാതെ തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മാങ്ങയാണ് നമുക്ക് വേണ്ടത്. മാങ്ങ പൊളിച്ചെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഈ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നല്ലത് മൺചട്ടിയാണ്. അല്പം പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ളൊരു മാങ്ങയാണിത്. ഇപ്പം മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് തന്നെ ഈ മാങ്ങ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. എല്ലാ മാമ്പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിയുടെ രുചി കിട്ടണമെങ്കിൽ ഈ ഒരു മാങ്ങ തന്നെ വേണം. മറ്റൊരു മാങ്ങ എടുത്താലും ആ രുചി കിട്ടില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ പൊടിച്ചെടുത്തതല്ല, ചതുക്കി എടുത്തതാണ്. പച്ചമുളക് ചേർക്കണമെന്നില്ല, കുരുമുളക് ചേർത്താൽ മതി. അതാണ് ഈ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയുള്ള ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരയുടെ അളവ് നമ്മൾ എടുക്കുന്ന മാമ്പഴത്തിന്റെ എണ്ണത്തിനനുസരിച്ചിരിക്കും. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മാങ്ങ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഞാനിവിടെ 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അതിനുശേഷം ഒരു തവി വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവിക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 10 മുതൽ 15 മിനിറ്റ് വരെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മാങ്ങ അടിക്ക് പിടിച്ച് പോകും. മാമ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. മാമ്പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും സ്പൂൺ കൊണ്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ മാമ്പഴത്തിൻ്റെ സത്തൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നല്ല രുചി കിട്ടും. മാമ്പഴത്തിൻ്റെ ആ ശരിയായൊരു രുചി നമുക്ക് പുളിശ്ശേരിയിൽ കിട്ടും. ഇനി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കാതെ വേണം 5 മിനിറ്റ് വേവിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മാങ്ങ അടിക്ക് പിടിച്ചു പോകും. ഇനി നമുക്ക് മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട്. ഇതിനി അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ടുകൊടുക്കാം. ജീരകം ഇട്ടുകൊടുക്കാം. ഇനി അരക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. മാമ്പഴം വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അരപ്പും മാമ്പഴം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരി കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്. അപ്പം അധികം അങ്ങോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ കുറുകി വരും. അരപ്പും മാമ്പഴവും ചേർന്ന് നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തിളച്ച് കഴിഞ്ഞതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ. നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. കറക്റ്റ് പാകത്തിലായിട്ടുണ്ട് നമ്മുടെ കറി. ഇനി തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കട്ട തൈര് വേണം എടുക്കാൻ വേണ്ടി, ചെറിയ പുളിയോടെ ഉള്ളത്. ഇനി തൈര് ഒരു സ്പൂൺ കൊണ്ട് നല്ല പോലെ ഉടച്ച് കൊടുക്കണം. എന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. തൈര് നല്ല പോലെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. തൈര് ചേർത്ത് കൊടുത്താൽ ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത്. തൈര് ചേർത്ത് കൊടുത്ത ശേഷം തിളപ്പിച്ചാൽ പിരുത്തു പോകും കറി.
തൈര് ചേർത്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിക്കാനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ ഒരു ചെറിയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി കിടക്കുന്ന ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കോവിലകത്തെ മാമ്പഴ പുളിശ്ശേരിക്കെല്ലാം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ആ ഒരു രുചി കിട്ടില്ല. ഇത് ചൂടായി കിടക്കുന്ന ഈ നെയ്യിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന ഈ സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് ഉലുവ കൂടി കടുക് പൊട്ടിക്കുമ്പോൾ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റിയാണ്. കടുകും ഉലുവയും കൂടി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കടുക് താളിച്ചൊഴിച്ച ശേഷം 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല കറക്റ്റ് പാകത്തിലാണ് കിട്ടിയിട്ടുള്ളത്. മാമ്പഴ പുളിശ്ശേരി ചേർത്ത് കൊടുത്ത കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും ഉലുവയുടെയും ഒക്കെ ആ ഒരു ടേസ്റ്റാണ് കോവിലകത്തെ ആ മാമ്പഴ പുളിശ്ശേരിയുടെ രുചിക്കൂട്ട്. അപ്പോൾ എല്ലാവരും മാമ്പഴം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പുളിശ്ശേരി ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും നല്ല പോലെ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റും. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും. അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. പിന്നെ പുതിയ നല്ലൊരു റെസിപ്പിയായി കാണുന്നവരെ നന്ദി, നമസ്കാരം.